ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീഫിൻ്റെ ആട്ടോ. ബീഫ് ചട്ടിക്കകത്ത് ഇതേപോലെ വറ്റിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്ന ബീഫ് പോലെയല്ല നമ്മൾ ഈ ചട്ടിക്കകത്ത്, അതായത് മൺചട്ടിക്കകത്ത് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ അമ്മമാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ നല്ലത് ഈ ചട്ടിക്കകത്ത് തന്നെ വെക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഞങ്ങളിവിടെ സാധാ കറിയായിട്ട് കൂട്ടത്തിൽ ചാറിങ്ങനെ പെരണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പം ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1 കിലോ ബീഫാണ് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതാണ് എടുത്തേക്കുന്നത്. ചതച്ച കുരുമുളക് എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ടയും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബേ ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ടീസ്പൂൺ കണക്കിനാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം 1 കിലോ ബീഫല്ലേ ഉള്ളൂ. അപ്പം ഒരുപാട് മസാലകളൊന്നും വേണ്ട, ഈ ഒരു രീതിയിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തത് വലിയ ജീരകം കല്ലിൽ ചതച്ചെടുത്തതാണ് കേട്ടോ. അത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അത് ഞാൻ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തതാണ്, ഒന്ന് ഞെരടി അങ്ങ് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വലിയ സവാളയും കൂടെ ഇതേപോലെ നീളത്തിലരിഞ്ഞ് ഇതേപോലെ ഞെരടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം വേറെ ഞാൻ എണ്ണയ്ക്കകത്തൊന്നും വഴറ്റുന്നില്ല കേട്ടോ. എണ്ണയ്ക്കകത്ത് മസാലകളൊന്നും വഴറ്റുന്നില്ല. ഈ ഒരു രീതിയിൽ അങ്ങ് ഞെരടി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കൂടെ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടി എടുക്കാം. അപ്പം ഈ വെളിച്ചെണ്ണ ചേർക്കാത്തതെന്ന് വെച്ചാൽ ആവശ്യത്തിന് നമ്മുടെ ബീഫിനകത്ത് കൊഴുപ്പുണ്ടല്ലോ, ഒരുപാട് നെയ്യുണ്ട് ബീഫിനകത്ത്. അതിൻ്റെ കൂടെ നമ്മുടെ ഈ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പം ഒരുപാട് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലം ഉണ്ടാകും. അതുകൊണ്ട് എണ്ണ അത് അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ലാസ്റ്റ് അവസാനം ഞാൻ ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. അത് അവസാനം മാത്രം ഇതെല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബീഫ് കറി വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ ബീഫിൻ്റെ തനതായ ടേസ്റ്റ് നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മസാല വഴറ്റിയ ആ ഒരു ടേസ്റ്റ് അല്ല, പക്ഷേ ആ ബീഫിൻ്റെ ആ തനി ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അപ്പോഴത്തേക്കും ബീഫിനകത്തൊന്നും വെള്ളം എല്ലാം ഇറങ്ങും. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട, ഒരു 1/2 ഗ്ലാസ് മാത്രം. 1/2 ഗ്ലാസ് ചേർക്കുന്നത് വെച്ചാൽ അടിയിൽ ചട്ടിയാണ്, നല്ല ചൂടാവും. അടിയിൽ ബീഫ് പിടിക്കാതിരിക്കാൻ, കരിഞ്ഞു പിടിക്കാതിരിക്കാനാണ് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ബീഫിനെല്ലാം നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വറ്റിച്ചെടുക്കാം. അത് മൂടി വെച്ച് തന്നെ വറ്റിച്ചെടുക്കുക. കാരണം ബീഫ് വേവുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് താമസം എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ കുറച്ച് താമസം എടുക്കും. എന്നാൽ തന്നെയും നല്ല രുചിയോടെ ബീഫ് കഴിക്കാൻ പറ്റും. കാരണം നമ്മൾ കുക്കറി വെക്കുന്ന പോലെ അല്ല ഈ ചട്ടി വെക്കുന്നത്. അത് വെച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം. അപ്പം ഇതേപോലെ ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പോൾ ഇത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ കറിവേപ്പില ചേർത്തില്ല. ഇതൊക്കെ ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ഫ്ലേവർ ആ കറിയിൽ എങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇത് വെളിച്ചെണ്ണ ആയാലും കറിവേപ്പില ആയാലും ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ചതച്ച് വെച്ച് നമ്മൾ ചേർത്തല്ലോ, അതിൻ്റെ ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ. അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം അത് ചിക്കൻ കറിക്കായാലും ഇതുപോലെ ബീഫ് കറിക്കായാലും ഇതേപോലെ ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രുചിയും മണവും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ ചാറൊന്ന് പുരട്ടിയെടുക്കണം, പുരണ്ടിരിക്കണം. അതായത് ബീഫിനകത്ത് ചാറ് പുരണ്ടിരിക്കണം. ആ രീതിയിലാണ് ഞാനിവിടെ കറി വെക്കാറുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അപ്പം ബീഫ് വേവുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അതിൻ്റെ ഒരു താമസമുണ്ട് കേട്ടോ. അപ്പോൾ ബീഫിലെ ചാറെല്ലാം കുറുകിയിട്ട് ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അധികം എണ്ണയൊന്നും ചേർക്കാതെ നല്ലൊരു ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു വരുന്നത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, താങ്ക്